ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫാം മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണം. എന്താണ് ഫാം മെക്കനൈസേഷൻ അഥവാ കാർഷിക യന്ത്രവൽക്കരണം എന്ന് നമുക്ക് നോക്കാം. Farm mechanization is application and introduction of agricultural implements or equipments with objectives of reduction in drudgery, increase in land productivity, increase in labor productivity and for well-being of farmers. അതായത് കഠിനമായ കാർഷിക ജോലികളെ ലളിതമാക്കുന്നതിനും അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾ കാർഷിക ഉപകരണങ്ങളെ ആശ്രയിക്കുമ്പോൾ അതിനെ നമ്മൾ ഫാം മെക്കനൈസേഷൻ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഫാം മെക്കനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫാം മെക്കനൈസേഷൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ആ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരുന്നു. ടു റെഡ്യൂസ് ഡ്രഡ്ജറി, കഠിന ജോലികളെ കുറയ്ക്കുന്നതിനും, ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും, ടു ഇൻക്രീസ് ലേബർ പ്രൊഡക്ടിവിറ്റി, തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കർഷകരുടെ നന്മയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഫാം മെക്കനൈസേഷൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക പ്രവർത്തനങ്ങൾ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി നോക്കാം. ഫീൽഡ് പ്രിപ്പറേഷൻ, അതായത് നിലം ഒരുക്കൽ, പ്ലാന്റിംഗ്, നടീൽ, വീഡിംഗ്, കളകളെ നിയന്ത്രിക്കുക, ഇറിഗേഷൻ, ജലസേചനം, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ, വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, അതുപോലെ തന്നെ ഹാർവെസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും കൃഷിയിൽ വരുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് അഥവാ കാർഷിക യന്ത്രങ്ങളെ ഉപയോഗിക്കുന്നത്. അഗ്രോ മെഷീനറീസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത് കൾട്ടിവേഷനായിട്ട് ഉപയോഗിക്കുന്ന അഗ്രോ മെഷീനറീസ്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന വിഭാഗമാണ് ഇൻ്റർ കൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന അഗ്രോ മെഷീനറീസ്. ആൻഡ് മൂന്നാമത് വരുന്നതാണ് ഹാർവെസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഗ്രോ മെഷീനറീസ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗമാണ് അഗ്രോ മെഷീനറീസ് യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അഗ്രോ മെഷീനറിയാണ് ട്രാക്ടർ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒരുപാട് ട്രാക്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പൽഡ് പവർ യൂണിറ്റ് ഹാവിംഗ് വീൽസ് ഫോർ ഓപ്പറേറ്റിംഗ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് മെഷീൻസ് ഇൻക്ലൂഡിംഗ് ട്രെയിലേഴ്സ്. അത് നമുക്ക് ട്രാക്ടറിൽ പലതരം ബ്ലേഡുകൾ ഫിക്സ് ചെയ്തിട്ട് ട്രാക്ടറെ നമുക്ക് പല വിധത്തിലുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ ട്രെയിലർ ഘടിപ്പിക്കുന്നതിനും നമുക്ക് ട്രാക്ടർ ഉപയോഗിക്കാം. കൾട്ടിവേഷനായിട്ട് ഉപയോഗിക്കുന്ന രണ്ടാമതുള്ള ഉപകരണമാണ് റോട്ടവേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടില്ലേജ്. ടില്ലേജ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. മണ്ണ് ഇളക്കാൻ വേണ്ടിയിട്ടാണ് റോട്ടവേറ്റർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമയം ലാഭിക്കുന്നതിനും മണ്ണ് നിരപ്പാക്കുന്നതിനും അതുപോലെ തന്നെ പ്രീവിയസ് ക്രോപ്പിൻ്റെ അവശിഷ്ടങ്ങളെ മുറിച്ച് മണ്ണിലേക്ക് ചേർത്തുന്നതിനും റോട്ടവേറ്റർ ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ കൾട്ടിവേറ്റർ, ഡിസ്ക് ഹാരോ, പ്ലാങ്ക് ഇവ ചെയ്യുന്ന എല്ലാ ജോലികളും ഒരുമിച്ച് റോട്ടവേറ്റർ എന്ന് പറയുന്ന ഈ എക്യുപ്മെൻ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കൾട്ടിവേഷൻ ഉപയോഗിക്കുന്ന ഒരു കാർഷിക യന്ത്രമാണ് പവർ ടില്ലർ എന്ന് പറയുന്നത്. പവർ ടില്ലർ നമ്മൾ ട്രാക്ടർ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്പറേറ്റർ പവർ ടില്ലറിൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതും ടില്ലേജിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് ഹാൻഡ് ട്രാക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓപ്പറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ എൻ ഓപ്പറേറ്റർ വാക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്. ഇതിൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. അടുത്ത എക്യുപ്മെൻ്റ് ആണ് പഡ്ലർ എന്ന് പറയുന്നത്.
എന്താണ് പഡ്ലിംഗ്? പഡ്ലർ യൂസ് ചെയ്യുന്നത് പഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. പഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പാടങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാടത്ത് ഈ വെള്ളവും ചെളിയും കൂടി അടിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് പഡ്ലിംഗ് എന്ന് പറയുന്നത്. പഡ്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് പഡ്ലർ. ദർ ആർ 3 types of paddlers. Hand operated, animal drawn and tractor drawn paddlers are. അടുത്ത എക്യുപ്മെൻ്റ് ആണ് ബണ്ട് ഫോർമർ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വരമ്പുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ബണ്ട് ഫോർമർ. ഇതിൻ്റെ ബ്ലേഡിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരമ്പുകളുടെ വീതി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നെക്സ്റ്റ് എക്യുപ്മെൻ്റ് ആണ് സീഡ് ഡ്രിൽ എന്ന് പറയുന്നത്. സീഡ് ഡ്രിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫറോ നിർമ്മിക്കുകയും ആ ഫറോയിൽ വിത്തുകളെ കൃത്യമായ ആഴത്തിൽ ഇട്ടുപോവുകയും ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് സീഡ് ഡ്രിൽ. സീഡ് ഡ്രിൽ ക്യാരീസ് സീഡ്സ് കൂടെ കൊണ്ടുപോവുകയും ഓപ്പൺ ഫറോസ് അറ്റ് യൂണിഫോം ഡെപ്ത്, കറക്റ്റായ ആഴത്തിൽ ഫറോസ് നിർമ്മിക്കുകയും ചാലുകൾ നിർമ്മിക്കുകയും അളന്ന അളവിൽ ഉള്ള സീഡ്സ് പ്ലേസ് ചെയ്യുകയും ചെയ്യും. ഈ സീഡിനെ അതിൻ്റെ ശേഷം മണ്ണുകൊണ്ട് കവർ ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് സീഡ് ഡ്രിൽ. മെഷീനറീസ് യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അതിൽ പ്ലാന്റർ ആണ്. പ്ലാന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് വിച്ച് ഹാവ് എ വൈഡർ സ്പേസിംഗ് ഈസ് പ്ലാന്റഡ് യൂസിങ് പ്ലാന്റർ. ലാർജർ സീഡ്സ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് പ്ലാന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആ പിക്ചറിൽ കാണുന്നത് ബ്രോഡ്കാസ്റ്റർ ആണ്. ബ്രോഡ്കാസ്റ്റർ വിൽ സ്കാറ്റർ സീഡ്സിന് വെതറി പോകുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ബ്രോഡ്കാസ്റ്റർ. മൂന്നാമത് സി എന്ന് പറയുന്ന പിക്ചറിൽ കാണുന്നത് ഒരു ഡിബ്ലർ ആണ്. ഡിബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള സീഡ്സിനെ വിതയ്ക്കാനുള്ള ഹോളുകൾ നിർമ്മിച്ച് ആ ഹോളിൽ വിത്തിട്ട ശേഷം വിത്തിനെ മൂടുന്ന തരം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ട്രാൻസ്പ്ലാന്ററിൻ്റെ പിക്ചറാണ്. ട്രാൻസ്പ്ലാന്ററും പ്ലാന്റിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനറിയാണ്. ഈ മെഷീനറി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത് റൈസ് സീഡ്ലിങ്സിനെ ഞാറ്റടിയിൽ നിന്ന് മെയിൻ ഫീൽഡിലേക്ക് പറിച്ചു നടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പ്ലാന്റ് റൈസ് സീഡ്ലിങ്സ്. ഞാറ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അഗ്രോ മെഷീനറിയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ ഞാറുകൾ ഒരു മാറ്റിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഇതിൽ കാണിച്ചിട്ടുള്ള ട്രേയിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഈ മെഷീൻ്റെ കൂടെ തന്നെയുള്ള ഫിംഗേഴ്സ് പോലെയുള്ള ഒരു ഭാഗം ഈ ഞാറുകളിൽ നിന്ന് 2-3 ഞാറുകളെ എടുത്ത് നട്ടുപോകുന്ന രീതിയാണ് പ്ലാന്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസ്പ്ലാന്റർ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്രോ മെഷീനറിയാണ്. There is a skid frame, movable tray and seedling picking fingers. Mat type seedlings are placed on inclined trays. The fingers take up the seedlings and plant them. ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നതാണ് ഡ്രൈലാൻഡ് വീഡർ. അതായത് പറമ്പുകളിലൊക്കെ നമ്മൾ വീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വീഡറാണ് ഡ്രൈലാൻഡ് വീഡർ. ഇന്റർകൾച്ചറൽ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അടുത്ത ഒരു എക്യുപ്മെൻ്റ് ആണ് കോണോ വീഡർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ ലാബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും. ഈ എക്യുപ്മെൻറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെറ്റ്ലാൻഡ്സിലാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന പാടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ അപ്രൂട്ട് ആൻഡ് ബറി വീഡ്സ്, അതായത് കളകളെ വേരോടുകൂടി പിഴുത് മണ്ണിലേക്ക് ആഴ്ത്തിക്കളയുന്ന രീതിയിലാണ് ഈ കോണോ വീഡർ പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഡിസ്റ്റർബ്സ് ടോപ്പ് സോയിൽ, മുകളിലുള്ള മണ്ണിനെ ഇളക്കുകയും അതുപോലെ മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് കോണോ വീഡർ. അടുത്ത എക്യുപ്മെൻ്റാണ് കോക്കനട്ട് ബേസിൻ ഡിഗർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെങ്ങിൻ്റെ ചുറ്റിലും ഉള്ള തടം തുറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കോക്കനട്ട് ബേസിൻ ഡിഗർ.
അടുത്തത് ഹാർവെസ്റ്റിങ്ങിനും പോസ്റ്റ് ഹാർവെസ്റ്റിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ വരുന്ന ഒന്നാമത്തെ എക്യുപ്മെൻ്റാണ് കോക്കനട്ട് ക്ലൈംബർ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ പലരും ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹാർവെസ്റ്റ് കോക്കനട്ട്സ്. തേങ്ങയുടെ ഹാർവെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ദർ ഈസ് നോ സപ്പോർട്ട് ഫോർ ബോഡി വൈൽ ക്ലൈംബിങ്. ഇത് ഉപയോഗിച്ച് കയറുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. കയറുന്ന ആൾക്ക് എന്തെങ്കിലും തലചുറ്റലോ വയ്യായ്മയോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഈ മെഷീനിൽ നിന്ന് ലഭിക്കുന്നില്ല. വെയ്റ്റ് ഓഫ് ദ മെഷീൻ ഈസ് 7 kilogram. 40 meter can be climbed in 2 to 3 minutes. അതായത് 40 മീറ്റർ കയറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് സമയം മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നെക്സ്റ്റ് എക്യുപ്മെൻ്റ് ആണ് കോക്കനട്ട് ഡീഹസ്കർ. 2 ടൈപ്പ് കോക്കനട്ട് ഡീഹസ്കേഴ്സ് ഉണ്ട്. തേങ്ങ പൊളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 തരം മെഷീൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കൺവെയർ ടൈപ്പ്, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തേങ്ങ പൊളിക്കുന്ന മില്ലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കോക്കനട്ട് ഡീഹസ്കർ ആണ് കൺവെയർ ടൈപ്പ്. നമ്മളുടെ വീടുകളിലൊക്കെ സാധാരണ ചെറിയ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഡീഹസ്കർ ആണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അതിൻ്റെ പേര് കോക്കനട്ട് ഡീഹസ്കർ എന്നാണ്. നെക്സ്റ്റ് റബ്ബർ ടാപ്പിംഗ് ഉപയോഗിക്കുന്ന 2 ടൈപ്പ് നൈഫ്സ് ആണ്. ഒന്ന് മിഷിഗോളിഡ് നൈഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ടാപ്പിംഗ് നൈഫാണ്. ജബോങ് നൈഫാണ് രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത്. ഇത് മലേഷ്യയിലൊക്കെ കോമൺ ആയിട്ട് റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. റബ്ബർ റോളേഴ്സ് അടുത്ത എക്യുപ്മെൻ്റാണ്. റബ്ബർ റോളേഴ്സ്, അതായത് റബ്ബർ കൊയാഗുലേറ്റ് ചെയ്ത റബ്ബറിനെ ആദ്യം സ്മൂത്ത് റോളേഴ്സിലൂടെയും പിന്നീട് ഗ്രൂഡ് റോളേഴ്സിലൂടെയും കടത്തിവിട്ടാണ് റബ്ബർ ഷീറ്റുകളാക്കി മാറ്റുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മാംഗോ ഹാർവെസ്റ്റർ ആണ്. ഇതിനൊരു പോളിൻ്റെ അറ്റത്തൊരു റിമ്മും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു നെറ്റും, മാങ്ങ താഴെ വീഴാതെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് മാംഗോ ഹാർവെസ്റ്റർ. ലോണുകളെ ഭംഗിയായി വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ലോൺ മോവേഴ്സ്. അതാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന മെഷീൻ. നെല്ല് കൊയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെഷീനാണ് സെൽഫ് പ്രൊപ്പൽഡ് വെർട്ടിക്കൽ കൺവെയർ റീപ്പർ എന്ന് പറയുന്നത്. നമ്മളിതിന് കോമൺ ആയിട്ട് പാഡി റീപ്പർ എന്ന് പറയും. ഇത് പാഡി അതുപോലെ തന്നെ വീറ്റ് ഗോതമ്പും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെഷീനാണ്. ഇറ്റ് ഈസ് എക്കണോമിക്കൽ, അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭമാണ് ബാക്കിയുള്ള ഹാർവെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള മെഷീനുകളും അതുപോലെ തന്നെ മാനുവൽ ഹാർവെസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം എക്കണോമിക്കലായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് സെൽഫ് പ്രൊപ്പൽഡ് വെർട്ടിക്കൽ കൺവെയർ റീപ്പർ. കൊയ്തെടുത്ത നെല്ല് മെതിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് ത്രഷർ എന്ന് പറയുന്നത്. അതായത് ധാന്യങ്ങളെ ഹാർവെസ്റ്റഡ് ക്രോപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രഷേഴ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ത്രഷറിൻ്റെ ഒരു ഇമേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് എക്യുപ്മെൻ്റാണ് ത്രഷർ കം വിനോവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെതിച്ച ശേഷം ആ അരിയിലെ പതിരും മറ്റും കളയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് വിനോവർ. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻ്റ് 2 ജോലിയും ചെയ്യും. മെതിക്കുകയും പാറ്റുകയും ചെയ്യുന്ന മെഷീനാണ് ത്രഷർ കം വിനോവർ എന്ന് പറയുന്നത്. ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിലുള്ള ഗ്രെയിൻസിൽ നിന്ന് ചാഫി ഗ്രെയിൻസിനെ മാറ്റുകയും ചെയ്യാൻ സഹായിക്കുന്ന എക്യുപ്മെൻ്റാണ് ത്രഷർ കം വിനോവർ. പാടശേഖരങ്ങളിലെല്ലാം വളരെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഹാർവെസ്റ്റിംഗ് മെഷീനാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന പേരുള്ള ഈ മെഷീൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ്, ത്രഷിംഗ്, സെപ്പറേറ്റിംഗ്, ക്ലീനിങ് ആൻഡ് കളക്റ്റിംഗ് ഗ്രെയിൻസ് വൈൽ മൂവിങ് ത്രൂ ദ സ്റ്റാൻഡിങ് ക്രോപ്പ്. അതായത് പാടത്തുകൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കൊയ്യുകയും മെതിക്കുകയും അതുപോലെ തന്നെ വൈക്കോലിനെയും ഗ്രെയിൻസിനെയും സെപ്പറേറ്റ് ചെയ്യുകയും അതിൻ്റെ ശേഷം നെല്ലും പതിരും വേർതിരിച്ച് ക്ലീനിങ് ചെയ്യുകയും ഈ
ക്ലീൻ ചെയ്ത ഗ്രെയിൻസിനെ അതിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് കമ്പൈൻ ഹാർവെസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ടിങ് ദ സ്റ്റാൻഡിങ് ക്രോപ്പ്, പാടത്തൂടി ഓടുമ്പോൾ തന്നെ അത് അവിടെ ഉള്ള നെല്ല് കൊയ്തു പോവുകയും കൊയ്ത നെല്ലിനെ അതിൻ്റെ ത്രഷിങ് യൂണിറ്റിലേക്ക് എത്തിക്കുകയും അത് മെതിക്കുകയും മെതിച്ച ശേഷം ഗ്രെയിൻസിനെ ക്ലീൻ ചെയ്യുകയും ചെയ്യും. ക്ലീൻ ചെയ്ത ഗ്രെയിൻസിൽ നിന്ന് ചാഫ് വേർതിരിച്ച ശേഷം ഈ ഗ്രെയിൻസിന് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ എല്ലാ ജോലികളും ഒപ്പം ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്, ഒരു മെഷീനാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹാർവെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് മിനി കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് പറഞ്ഞു. ഈ മിനി കമ്പൈൻ ഹാർവെസ്റ്റേഴ്സും ഹാർവെസ്റ്റിങ്ങും ത്രഷിങ്ങും വിനോയിങ്ങും ചെയ്യും. പക്ഷെ ഇതിൽ സ്റ്റോറേജിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ ഒരു ഹാർവെസ്റ്റിംഗ് എക്യുപ്മെൻ്റാണ് മിനി കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ്. അടുത്ത ഒരു മെഷീനാണ് ബെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇത് കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന പാടങ്ങളിൽ ആവശ്യമുള്ള ഒരു മെഷീനാണ് ബെയിലേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് കൊയ്യണ നെല്ലിൻ്റെ എല്ലാം വൈക്കോല് പാടത്ത് തന്നെ ചിന്നിച്ചെതറി കിടക്കുകയാണ് ചെയ്യുക. ഈ ചെതറി കിടക്കുന്ന വൈക്കോൽ കഷ്ണങ്ങളെ ഒന്നിച്ച് ഒരു കെട്ടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്യുപ്മെൻ്റാണ് ബെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ കളക്ട് സ്കാറ്റേർഡ് സ്ട്രോ ഫ്രം ഫീൽഡ് ആൻഡ് കൺവേർട്ട് ഇൻ ടു കോമ്പാക്ട് ബെയിൽസ്. കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന പാടങ്ങളിൽ ബെയിലേഴ്സ് നിർബന്ധമാണ്, നമുക്ക് വൈക്കോല് ആവശ്യമുണ്ടെങ്കിൽ. അടുത്തായിട്ട് ഹോം സ്റ്റെഡ് ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട മെഷീൻസാണ് ബ്രഷ് കട്ടർ, പവർ വീഡർ, പോസ്റ്റ് ഹോൾ ഡിഗർ, ട്രീ പ്രൂണർ എന്നിവ. ബ്രഷ് കട്ടർ നമുക്കറിയാം, സാധാരണ നമ്മൾ കാട് വെട്ടാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ബ്രഷ് കട്ടർ. നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വരുന്നതാണ് പവർ വീഡർ. നെക്സ്റ്റ് പോസ്റ്റ് ഹോൾ ഡിഗർ, കുഴി കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പോസ്റ്റ് ഹോൾ ഡിഗർ. ദെൻ ട്രീ പ്രൂണർ, അത് മരം വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ട്രീ പ്രൂണർ. നമുക്ക് പ്രധാനപ്പെട്ട ചില പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് നോക്കാം. അതിൽ നമുക്ക് വീടുകളിലൊക്കെ കൂടുതലായിട്ട് ആവശ്യം വരുന്ന ഒരു സ്പ്രെയറാണ് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ എന്ന് പറയുന്നത്. അതായത് 1 to 2 ലിറ്റർ വോളിയം മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു സ്പ്രെയറാണ് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ. ഇത് കിച്ചൺ ഗാർഡനിൽ, സ്മോൾ വെജിറ്റബിൾ ഗാർഡനിൽ, അതുപോലെ ഓർണമെൻ്റൽ ഗാർഡൻസിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രെയറാണ് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ. നാപ്സാക്ക് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ, ഇത് നമ്മൾ പാടത്തും അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ വെജിറ്റബിൾ ഗാർഡൻസിലും ഒക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രെയറാണ് നാപ്സാക്ക് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ. സാധാരണ ഇതിൻ്റെ കപ്പാസിറ്റി 10 to 20 ലിറ്റേഴ്സ് ആണ്. ഇത് സ്പ്രേ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇട്ട ശേഷം ഇത് പുറത്തിട്ടുകൊണ്ട് തന്നെ നടന്നുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്രെയറാണ് നാപ്സാക്ക് ഹാൻഡ് കംപ്രഷൻ സ്പ്രെയർ. ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്പ്രെയറാണ് റോക്കർ സ്പ്രെയർ എന്ന് പറയുന്നത്. ടോൾ ട്രീസിൽ, ഉയരം കൂടിയ മരങ്ങളിൽ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രെയറാണ് റോക്കർ സ്പ്രെയർ. ഇതിന് സ്വന്തമായിട്ട് ഒരു ടാങ്കില്ല. ടാങ്കിന് പകരം നമ്മളൊരു ബക്കറ്റോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ആണ് സ്പ്രേ ഫ്ലൂയിഡ് കലക്കി സ്പ്രേ ചെയ്യുക. ഇതിന് ടാങ്കില്ല എന്നുള്ളതാണ് റോക്കർ സ്പ്രെയറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഉയരം കൂടിയ മരങ്ങളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോക്കർ സ്പ്രെയർ ഉപയോഗിക്കുന്നത്. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് 2 ആളുകൾ ആവശ്യം വരും. ഒരാൾ ഇത് പമ്പ് ചെയ്യുന്നതിനും മറ്റൊരാൾ സ്പ്രേ ചെയ്യുന്നതിനും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പ്രേയേഴ്സ് ആണ് പവർ സ്പ്രെയർ എന്ന് പറയുന്നത്. അതായത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്പ്രെയറാണ് പവർ സ്പ്രെയർ. സ്പ്രേ ഫ്ലൂയിഡ് ഈസ് ഫ്ലോൺ ഔട്ട് ബൈ മീൻസ് ഓഫ് എയർ കറണ്ട് ജനറേറ്റഡ് ഇൻ ദ മെഷീൻ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്പ്രെയറാണ് പവർ സ്പ്രെയർ. ഇത് ഒരുപാട് ഏരിയ സ്പ്രേ ചെയ്യുന്ന സമയങ്ങളിൽ സ്പ്രേ ചെയ്യുന്ന ആൾക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്പ്രെയറാണ് പവർ സ്പ്രെയർ.
പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ഹാൻഡ്ലിംഗ്, എങ്ങനെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യാം? ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് മാനുഫാക്ചറർ. അതായത് നമ്മൾ സ്പ്രേയറോ അല്ലെങ്കിൽ ഏത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ലീഫ്ലെറ്റ് ഉണ്ടാവും. അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം ഉപയോഗിക്കാൻ. രണ്ടാമത്, ക്ലീൻ ആൻഡ് സ്റ്റോർ ഇൻ എ ഡ്രൈ പ്ലേസ്. അതായത് നനവില്ലാത്ത സ്ഥലങ്ങളിൽ വേണം ഇത് സൂക്ഷിക്കാൻ. അതുപോലെ സൂക്ഷിക്കുന്നതിൻ്റെ മുമ്പേ ക്ലീൻ ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. ഡ്രെയിൻ ദ ടാങ്ക് ആൻഡ് വാഷ് ഓൾ ദ പാർട്സ് വിത്ത് ക്ലീൻ വാട്ടർ. ടാങ്കും അതുപോലെ തന്നെ എല്ലാ പാർട്സും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകണം. എംപ്റ്റി ദ ഹോപ്പർ ആൻഡ് ക്ലീൻ വിത്ത് ക്ലോത്ത് ഇൻ കേസ് ഓഫ് ഡസ്റ്റേഴ്സ്. സ്പ്രേയേഴ്സ് അല്ലാതെ ഡസ്റ്റേഴ്സിൻ്റെ കേസിൽ ഹോപ്പർ ഒഴിവാക്കിയ ശേഷം അതിൽ നന്നായിട്ട് തുണി കൊണ്ട് തുടയ്ക്കണം. റീപ്ലേസ് ദ വോൺ ഔട്ട് പാർട്സ്, ഗ്രീസ് ആൻഡ് ഓയിൽ മൂവിങ് പാർട്സ്. അതായത് കേടുവന്ന ഭാഗങ്ങൾ മാറ്റുകയും അതുപോലെ തന്നെ മൂവിങ് ആയിട്ടുള്ള പാർട്സിൽ ഗ്രീസോ ഓയിലോ പുരട്ടി സൂക്ഷിക്കുകയും വേണം. ഡു നോട്ട് ബെൻഡ് റബ്ബർ ഹോസ് അറ്റ് ആംഗിൾസ്. അതായത് ഓസ് നമ്മൾ മടങ്ങി പോണത് പോലെ വെക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് അതിൽ പൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത, ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഡു നോട്ട് പ്ലേസ് പാർട്സ് ഓൺ ഡെയർ ലാൻഡ്. അതായത് നോസിൽ പോലെയുള്ള ഭാഗങ്ങൾ വെറും മണ്ണിൽ വെക്കരുത്. കീപ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾ കിറ്റ്സ്. ആവശ്യത്തിനുള്ള സ്പെയർ പാർട്സും അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള ടൂൾ കിറ്റും സൂക്ഷിക്കേണ്ടതാണ്. ഡ്രെയിൻ സ്പ്രേ സൊല്യൂഷൻ ടു അവോയ്ഡ് ക്ലോഗിങ് ഓഫ് നോസിൽ. നോസിൽ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തവണയും ഉപയോഗത്തിന് ശേഷം സ്പ്രേ ഫ്ലൂയിഡ് ഒഴിവാക്കിയിട്ട് വേണം സ്പ്രേയേഴ്സ് സൂക്ഷിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്താണെന്ന് നോക്കാം. പ്രോബ്ലംസ് ആൻഡ് റെമഡീസ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ്. അതിൽ നമുക്ക് രണ്ട് തരം സ്പ്രേയേഴ്സിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ റെമഡിയുമാണ് പഠിക്കാനുള്ളത്. നാപ്സാക്ക് സ്പ്രേയറും അതുപോലെ തന്നെ റോക്കർ സ്പ്രേയറും. നാപ്സാക്ക് സ്പ്രേയർ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നാമതുണ്ടാവുന്ന ഒരു പ്രോബ്ലം നോസിൽ ബ്ലോക്കാണ്. നോസിലൂടെ സ്പ്രേ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലീൻ നോസിൽ ക്ലീൻ ചെയ്യുക. റീപ്ലേസ് നോസിൽ ടിപ്പ് ആൻഡ് ഫിൽറ്ററും അതുപോലെ തന്നെ നോസിൽ ടിപ്പും കഴുകിയിട്ടും വൃത്തിയാവണില്ല എങ്കിൽ മാറ്റി പുതിയത് വെക്കാം. പ്രിവെൻഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നോസിൽ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ഫിൽറ്റർ ദ സ്പ്രേ ഫ്ലൂയിഡ് ബിഫോർ ഫില്ലിംഗ് ദ ടാങ്ക്. ടാങ്കിലേക്ക് നിറയ്ക്കുന്നതിൻ്റെ മുൻപ് സ്പ്രേ ഫ്ലൂയിഡ് ഫിൽറ്റർ ചെയ്ത ശേഷം നിറയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നത് ഒഴിവാക്കാം. രണ്ടാമത് കാണുന്ന ഒരു പ്രോബ്ലമാണ് പ്രഷർ ഡ്രോപ്സ് ക്വിക്ക്ലി. നമ്മൾ നന്നായിട്ട് പമ്പ് ചെയ്ത ശേഷം സ്പ്രേ ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ കണ്ടെയ്നറിനുള്ളിലുള്ള പ്രഷർ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ പ്രഷർ ഡ്രോപ്സ് ക്വിക്ക്ലി എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫില്ലർ ക്യാപ്പ് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് ശരിക്കും അടഞ്ഞിട്ടില്ലെങ്കിൽ നന്നായിട്ട് മുറുക്കി അടയ്ക്കുക. അതുപോലെ ചെക്ക് ലിഡ് ഗ്യാസ്കറ്റ്, ലിഡിൻ്റെ അടപ്പിൻ്റെ ഗ്യാസ്കറ്റും നന്നായിട്ട് പരിശോധിക്കാം. എൻഷുർ ഓൾ കണക്ഷൻസ് ആൻഡ് വാഷേഴ്സ് ആർ പ്രോപ്പർ. എല്ലാ കണക്ഷൻസും വാഷേഴ്സും ഒക്കെ പ്രോപ്പർ അല്ലേ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. മൂന്നാമതുള്ള ഒരു പ്രോബ്ലമാണ് ട്രിഗർ കട്ട് ഓഫ് വാൽവിങ്. അതായത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആ ഭാഗത്തിനെയാണ് ട്രിഗർ ചെയ്യുക. അതിലൂടെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ ട്രിഗർ കട്ട് ഓഫ് വാൽവ് ഒന്ന് അഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള റിംഗ് വാഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ എന്തെങ്കിലും ഡാമേജ് കാണുകയാണെങ്കിൽ, വാഷർ കേടുവന്നതായിട്ട് കാണുകയാണെങ്കിൽ പുതിയ വാഷർ ഫിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലംസ് ആൻഡ് റെമഡീസ് ഓഫ് റോക്കർ സ്പ്രേയർ ആണ്. റോക്കർ സ്പ്രേയറിൽ ചിലപ്പോൾ കാണുന്ന ഒരു പ്രോബ്ലമാണ് നോസ് സ്പ്രേ. നമ്മൾ എത്ര ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും റോക്ക് ചെയ്ത ശേഷം സ്പ്രേ ചെയ്യാൻ നേരത്ത് സ്പ്രേ ഫ്ലൂയിഡ് പുറത്തേക്ക് വരാതിരിക്കുക. അതിന് കാരണം നോസിൽ ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോസിൽ ക്ലീൻ ചെയ്യാം. ഇനി നോ സക്ഷൻ, അതായത് നമ്മൾ ടാങ്കിൽ നിന്ന് ഈ സ്പ്രേ ഫ്ലൂയിഡ് നമുക്ക് സ്പ്രേ ആയിട്ട് വരുന്നില്ല എങ്കിൽ സക്ഷൻ വാൽവ് ചെക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം അത് സക്ഷൻ വാൽവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്
പരിഹരിക്കാം. നെക്സ്റ്റ് മൂന്നാമത് ലീക്കേജ് ത്രൂ പ്ലഞ്ചർ റോഡ്. പ്ലഞ്ചർ റോഡിലൂടെ ലീക്കേജ് കാണുകയാണെങ്കിൽ പിസ്റ്റൺ ചെക്ക് ചെയ്യുക. ഇഫ് ലൂസ് ടൈറ്റൻ വിത്ത് സ്ക്രൂ ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്യാം. ഇനി ലിക്വിഡ് നോട്ട് എൻറ്ററിങ് ഇൻ ടു ദ ഡെലിവറി ട്യൂബ്. നാലാമത്തെ പ്രശ്നമാണ് ലിക്വിഡ് നോട്ട് എൻറ്ററിങ് ടു ദ ഡെലിവറി ട്യൂബ്. ഡെലിവറി വാൽവ് സ്റ്റക്ക് ആയതായിരിക്കും, അത് ക്ലിയർ ചെയ്യാം. ഇത്രയുമാണ് റോക്കർ സ്പ്രെയറിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണുന്ന പ്രോബ്ലംസും അതിൻ്റെ പരിഹാരവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഫാം മെക്കനൈസേഷൻ, അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു ഓൾ.